ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ തിരിച്ച് പെസ്സിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഗായ്സ്. അത് വേറൊന്നുമല്ല, നമ്മൾ ഈ ഒരു അർജൻറ്റീന അല്ലെങ്കിൽ ഫ്രാൻസിൻ്റെ ഏതെങ്കിലും പാക്ക് ഓപ്പണിങ് എപ്പോഴും കൺഫ്യൂഷനാണ് ഗായ്സ്. ഏത് ഓപ്പണിങ് 700ഓളം കോയിൻസ് എൻ്റെ അക്കൗണ്ടിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. ഞാൻ 800 സംതിങ് ഞാൻ പിന്നെ ചെയ്തതാണ് ഗായ്സ്. നമ്മളെ കയ്യിൽ ഓൾറെഡി അംബാസഡർ മെസ്സി ഉണ്ട്. അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലേക്കാണ്. പിന്നെ ഈ റൊണാൾഡോനെ അടിച്ചതും അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് അറ്റാച്ച് ചെയ്യുക. ട്രിക്കാണ് ഗായ്സ്. അത് ഇനിയും വേറെ എപ്പിക്കാൾ അടിക്കാനുള്ള ട്രിക്കാണ്. സോ നമുക്കിത് പർച്ചേസ് ചെയ്യാൻ നമ്മൾ അർജൻറ്റീന എടുക്കണം, ഫ്രാൻസ് എടുക്കണമെന്നാണ്. കാരണം ഒന്നാമത് നിങ്ങൾക്കറിയാമല്ലോ, അംബാസഡർ മെസ്സി ഉണ്ട്. പക്ഷേ അതിലേറെ ബെറ്റർ മെസ്സിയാണ് ഇത്. അതുകൊണ്ട് ഇത് എടുക്കാമെന്നാണ് എൻ്റെ ഒരു താല്പര്യം ഗൈസ്. ഫ്രാൻസ് നമ്മൾ എടുക്കും, അതിൻ്റെ വീഡിയോ പിറകെ വരും. ഉറപ്പില്ല ഗൈസ്, ചിലപ്പോൾ എടുക്കും. എനിക്ക് തോന്നിയാൽ എടുക്കും ഗൈസ്. ഓക്കെ, നമ്മൾ ഇത് എടുക്കാൻ കാരണം ഇതിത്തെ സ്കലോണിനെ വെച്ചൊന്ന് കളിപ്പിക്കണം. പിന്നെ അതുപോലെ ഈ മെസ്സി 106 വരെ കസ്റ്റമായി ഞാൻ ട്രെയിൻ ചെയ്താൽ പോകുന്നൊരു മെസ്സിയാണ്. ആ രണ്ട് കാര്യങ്ങൾ കണ്ട് മാത്രമാണ് ഇത് എടുക്കുന്നത്. ബാക്കി പ്ലെയേഴ്സ് ഞാൻ ശ്രദ്ധിക്കുന്നതല്ല ഗൈസ്, എനിക്ക് ആവശ്യമില്ല. സോ അതിലേറെ എത്ര ബെറ്റർ മെസ്സി എൻ്റെ മെസ്സി അല്ല ഗൈസ്, പ്ലെയേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. സോ നമ്മൾ ഫ്രാൻസ് എടുക്കണമെന്ന് എനിക്ക് നല്ല പൂതിയുണ്ട് ഗൈസ്. പിന്നെ ഒരു 100 കോയിൻസ് ബാക്കിയുണ്ട്. നമുക്ക് ഗൈസ് പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ റിട്ടേൺസ് ഉണ്ട് ഗൈസ്. നമുക്ക് അതിൽ സ്പിൻ ചെയ്യാം. ഓക്കെ, ഇതിൽ എൻ്റെ ലക്ഷ്യം ബെല്ലിങ്ങാമാണ് ഗൈസ്. 102 വരെ പോകുന്ന ബെല്ലിങ്ങാം. ലെറ്റ്സ് ട്രൈ. ആരെ കിട്ടും നോക്കാം ഗൈസ്. വലിയ പ്രതീക്ഷയൊന്നും ഇല്ല, കാരണം എനിക്ക് അത്ര പ്രതീക്ഷ വെച്ച് കണ്ടല്ല സ്പിന്ന് ചെയ്യുന്നതും ഗൈസ്. സോ ആരെയാണ്? സ്പാനിഷ് ലീഗ് ബാർസലോണ. റാഫിനെയാണ് ഗൈസ്. 97ഓളം, ഐ തിങ്ക് 97ഓളം റേറ്റിംഗ് പോകുന്ന ഒരു റാഫിൻ്റെ കാർഡാണ് ഗൈസ് ഇത്. സോ ഗൈസ്, നമുക്ക് ബാക്കി കാര്യങ്ങളപ്പോൾ നോക്കാം. നമുക്ക് പിന്നെ സ്പെയിൻ്റെ ഇതിൽ ലാമിൻ യമാലിനെ അടിച്ചിരുന്നു. അർജൻറ്റീനയിൽ ഹൂലിയൻ അൽവാരസിനെയാണ് ഗൈസ് അടിച്ചത്. സോ നമുക്ക് മെസ്സിനെ ട്രെയിൻ ചെയ്യാം ഗൈസ്. കസ്റ്റം ട്രെയിനിങ് ആണ് ഗൈസ്. സോ ഗൈസ്, നമുക്ക് ഏതായാലും ട്രെയിൻ ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ മെസ്സിനെ എടുക്കാം. അത് സ്ക്വാഡിക്കിടാം ഗൈസ്. സ്ക്വാഡിൽ നമ്മൾ ഈ മെസ്സിനെ മാറ്റാതെ വേറെ മെസ്സിനെ ഇടാൻ പറ്റില്ലല്ലോ. 2 മെസ്സിനെ കളിപ്പിച്ചാനൊന്നും പറ്റില്ല ഗൈസ്. അതുകൊണ്ട് നമ്മൾ ഈ മെസ്സിനെ മാറ്റി നമ്മൾ മറ്റേ മെസ്സിനെ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇപ്പം തന്നെ 92 റേറ്റ് വരെ പോകുന്നുണ്ട് ഗൈസ്. റേറ്റ് അല്ല, റേറ്റിങ്. നമുക്ക് ഏതായാലും ആദ്യം ട്രെയിനിങ് ചെയ്യാം. സോ എന്തായാലും എനിക്ക് ഉറപ്പാണ് ഗൈസ്, ഈ ട്രെയിനേഴ്സിനെയൊക്കെ നമ്മളെല്ലാ പ്ലേയേഴ്സിനെയും ട്രെയിൻ ചെയ്യുമ്പോഴത്തേന് തീരും. കാരണം ഇതിൻ്റെ ഒരാഴ്ചത്തെ ട്രെയിനിങ്ങിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ആ സാധനം, അതിൻ്റെ പേര് എന്തോ ആയിക്കോട്ടെ, ആ സാധനം ഒരാഴ്ച ആയിട്ട് എടുത്തേക്കുന്നതാണ് ഗൈസ് ഇത്. സോ ഗൈസ്, നീ പ്ലെയർ പ്രോഗ്രഷൻ ചെയ്യാം ഗൈസ്. സോ ഗൈസ്, ഇത് കസ്റ്റമാണ്. ഇത് നിങ്ങൾ വേണമെങ്കിൽ എടുത്തോ. ഇതാണ് ഇങ്ങനെ ചെയ്താൽ 106 ആവുക, അല്ലെങ്കിൽ 105, 105, 106 റേറ്റ് പോകണമെങ്കിൽ ഇതേപോലെ ഇത് കോപ്പി ചെയ്താൽ മതി. നിങ്ങൾ മെസ്സിനെ എടുക്കുന്നുണ്ടെങ്കിൽ ഗൈസ്. ഇനി നമ്മൾ നോക്കുമ്പോൾ സ്ക്വാഡിൽ ഇതേ ഗൈസ് 106 റേറ്റഡ് ലിയണൽ മെസ്സി ഗൈസ്. നമുക്ക് ജസ്റ്റ് ആട്രിബ്യൂട്ട്സും കാര്യങ്ങളൊക്കെ നോക്കാം ഗൈസ്. സോ ഡീപ് പ്ലേയിങ് ഫോർവേഡാണ്, നിങ്ങൾക്ക് അറിയായിരിക്കും ഗൈസ്. ഇതാണ് ഗൈസ് ഇതിൻ്റെ സ്റ്റാറ്റസ്. നിങ്ങൾ ജസ്റ്റ് നോക്കിക്കോ. 106 പോകുന്ന സമയത്തുള്ള സ്റ്റാറ്റസാണ് ഗൈസ്. 5 ആകുമ്പോൾ പല വ്യത്യാസം. പിന്നെ സാബിൻ്റെങ്കിൽ മാത്രമേ 106 പോകുള്ളൂ ഗൈസ്. സാബി നല്ല ഗൈസ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്കറിയാമല്ലോ മാനേജറിൻ്റെ മറ്റേ ആ സാധനത്തിൻ്റെ പേര് ഇപ്പം എന്താ? ഇത് കണ്ടോ ഗൈസ്, 104 ഉള്ളത് പോവാം. മറ്റേ 106 2 റേറ്റിംഗ് എക്സ്ട്രാ ഉണ്ട് ഗൈസ്. സോ ഗൈസ്, നമ്മൾ പറഞ്ഞു വരുന്നത് സാബിൻ്റെ കാര്യത്തിൽ ഗൈസ്. നിങ്ങൾക്കറിയാമല്ലോ എക്സ്ട്രാ നമുക്ക് ഓരോ ആട്രിബ്യൂട്ട്സ് നോക്കാം ഗൈസ്. 100 ക്യാപ്റ്റനായിരിക്കുമ്പോൾ 100 ഉണ്ട് ഗൈസ്. നമുക്ക് ഫ്രീ കിക്ക് നോക്കണം ഗൈസ്. 96 ഓവറോൾ ഫ്രീ കിക്ക്, ഷോർട്ട് ഫ്രീ കിക്ക്, ലോങ് ഫ്രീ കിക്ക് നോക്കാം ഗൈസ്. പ്രൈസാണ് നോ ഗൈസ്, ലോങ് ഫ്രീ കിക്ക് ഈ മെസ്സിനെ കൊണ്ട് കഴിയില്ല ഗൈസ്. സോ ഗൈസ്, കോർണർ കിക്ക് മെസ്സി എടുക്കും. കാരണം 2021 കോപ്പ അമേരിക്കത്തെ മെസ്സി അല്ലേ ഗൈസ് ഇത്. എന്തായാലും എടുക്കും ഗൈസ്. പ്ലെയർ ജോയിൻ അറ്റാക്ക് ഒന്നും വേണ്ട ഗൈസ്. സോ നമുക്ക് ഇനി ഏതായാലും മെസ്സിനെ ഇൻ സ്ക്വാഡിലിട്ട് വേണ്ടൊക്കെ ഒന്ന് നോക്കണം ഗൈസ്. ഓക്കെ, സോ മെസ്സി മാത്രമല്ല എല്ലാ പ്ലെയേഴ്സിനും അർജൻറ്റീന. ഇതാണ് ഗൈസ് സാബിൻ്റെ ഇത് കാണിച്ചു തരാം ഗൈസ്. ഇതിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് സ്കലോണിയെ വെച്ചുള്ളത് ഈ എല്ലാ പ്ലേയേഴ്സിൻ്റെയും റേറ്റിംഗ് ആവുന്നത്. ഇനി നമുക്ക് സാബിൻ്റെ കാണാം ഗൈസ്. സാബിൻ്റെ ഇതാണ് ഗൈസ്. റേറ്റിംഗ് നല്ല വ്യത്യാസം കാണുന്നുണ്ടാകും ഗൈസ്. സോ ഇനി നമുക്ക് നേരെ റൊണാൾഡോനെ എങ്ങനെ കിട്ടിയെന്നാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്.
ഇതേപോലെ, കാരണം അതിൽ 3 പാക്കായിരുന്നു, 3 പ്ലേയേഴ്സ് ആയിരുന്നു, ഓരോ പൊസിഷനെ ഒഴിച്ചു വിടുക ഗൈസ്. ഇതേപോലെ ബാക്കിയുള്ള പ്ലേയേഴ്സിന് ചെയ്താൽ കിട്ടും ഗൈസ്, എനിക്കൊരു ഉറപ്പുണ്ട്. കാരണം എൻ്റെ കയ്യിൽ നോക്കുക ഗൈസ് 100 കോയിൻസ് ഉള്ളത്, കുറേ മുന്നത്തെയാണ് ഗൈസ്. കണ്ടോ ഗൈസ് 150 പ്ലേയേഴ്സ് ഉണ്ട് ഗൈസ്. ഒരു സ്പിന്ന് പോലും ഞാൻ ചെയ്തിട്ടില്ല, എൻ്റെ കയ്യിൽ 100 കോയിൻസേ ഉള്ളൂ. നമ്മളുടെ ഇതേപോലെ കുറേ പ്ലേയേഴ്സിനെ റാൻഡം ആയിക്കാണ്ടാണ് ഗൈസ് ഈ പ്ലേയേഴ്സിനെ ഞാൻ സെലക്ട് ചെയ്തത്. ഇപ്പോൾ ഇത് സെലക്ട് ചെയ്താണോന്ന് എനിക്കറിയില്ല. പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ലക്ക് കൂടും ഗൈസ്, അതെനിക്കറിയാം. സോ ഗൈസ് തലിസ്കനെ ഞാൻ സെലക്ട് ചെയ്തു. പിന്നെ അതുപോലെ ഈ ഒരു ഗോൾ കീപ്പർ, അതിൻ്റെ പേര് എനിക്ക് ശരിക്കും അറിയില്ല ഗൈസ്, എനിക്ക് സൗദി ലീഗിലത്തെ എല്ലാവരും അറിയുന്നില്ല ഗൈസ്. സോ അതിന് ശേഷം നമ്മൾ സ്പിന്നമർത്തി ക്യാൻസൽ ആവാതെ, പിന്നെ സ്പിന്നമർത്തി കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് സ്പിന്നമർത്തുന്നു ഗൈസ്. സോ ഗൈസ് ഇത് ഞാൻ വർക്കാവില്ല എന്നാണ് കരുതിയത് ഈ ട്രിക്ക് ഗൈസ്. നമ്മൾ വേറൊരു യൂട്യൂബറിൻ്റെ വീഡിയോയിൽ കണ്ട ട്രിക്കാണ്. ബട്ട് ഗൈസ് സർപ്രൈസിംഗ്ലി ഇത് വർക്കായി ഗൈസ്. അത് അപ്പത്തെ എൻ്റെ ലെക്ക് കൊണ്ടാ അത് ട്രിക്ക് കൊണ്ടാന്നല്ല, ഈ ട്രിക്ക് യൂസ് ചെയ്താൽ അങ്ങനെ എനിക്ക് ഈ ട്രിക്കിലൊരു വിശ്വാസം വന്നു ഗൈസ്. അതേപോലെ വേറെ സ്പിന്ന് ചെയ്തപ്പോൾ വേറെ പ്ലെയറിന് എൻ്റെ കയ്യിലല്ല ഗൈസ്, എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ അടിച്ചു ഗൈസ്. അതായത് ഇറ്റാലിയൻ പാക്ക്. അപ്പോൾ നിങ്ങൾ ഇറ്റാലിയൻ സൂപ്പർ പാക്കോ അങ്ങനെ എന്തോന്ന് കണ്ടിട്ടുണ്ടാവുമല്ലോ ഗൈസ്. ഡെൽ പിയറോ, ടോട്ടി, ബാജിയോ, എൽ ബാജിയോനെയാണ് ഗൈസ് അവനടിച്ചത്. ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ടാണ് അടിച്ചത്. സോ ഈ ട്രിക്ക് ഐ തിങ്ക് വർക്കിംഗ് ആണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. ട്രൈ ചെയ്യണതിന് വലിയ കുഴപ്പമില്ലല്ലോ ഗൈസ്. അടിച്ചാൽ നിങ്ങളൊക്കെ, ഇല്ലെങ്കിൽ ഒന്നുമില്ല ഗൈസ്. ഇനി നമ്മൾ ജസ്റ്റ് റൊണാൾഡോനെ ട്രെയിൻ ചെയ്യുന്നു, പ്ലെയർ പ്രോഗ്രഷൻ ചെയ്യുന്നു, ആ കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. മെയിൻ സ്ക്വാഡിൽ ഇടുന്നു. ഇത് ഞാൻ പറഞ്ഞില്ല, കുറേ മുന്നത്തെ വീഡിയോ ആണ് ഗൈസ്. ഇത് ഞാനല്ല CF റൊണാൾഡോ, പിന്നെ മാന്, അങ്ങനെ അതിലില്ല മെയിൻ പ്ലെയേഴ്സിൻ്റെ പൊസിഷൻ മാത്രം ഒഴിച്ച് വിട്ടുകൊണ്ടായിരുന്നു ഗൈസ്. നമ്മളേതായാലും മെയിൻ സ്ക്വാഡിൽ കിട്ടുകൊണ്ടുള്ളതൊന്ന് കാണിച്ചു തരാം ഗൈസ്, ക്രിസ്ത്യാനോ റൊണാൾഡോനെ. സോ നമ്മുടെ കയ്യിലിപ്പോൾ അടിപൊളി മെസ്സിയുടെ കാർഡും, പിന്നെ ഗെയിമിൽ തന്നെ ഏറ്റവും ബെസ്റ്റ്, വൺ ഓഫ് ദി ബെസ്റ്റ് കാർഡായ റൊണാൾഡോൻ്റെ തന്നെ ഏറ്റവും ബെസ്റ്റ് കാർഡായ ഈ റൊണാൾഡോ ഉണ്ട് ഗൈസ്. ഐ മീൻ ഇപ്പോൾ ഈ ഫുട്ബോളിൽ ഇല്ലയിൽ വെച്ച് തന്നെ ഏറ്റവും റേറ്റിംഗ് കൂടുതലും ഏറ്റവും അടിപൊളി സ്റ്റാറ്റിസ്റ്റിക്കുള്ള കാർഡാണ് ഗൈസ് ഈ റൊണാൾഡോൻ്റെ ഈ കാർഡ്. പക്ഷേ ഈ ഒരു കാർഡിന് ഏജ് മാത്രമേ ഒരു കുഴപ്പമായിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വീക്ക്നെസ് എന്തായാലും റൊണാൾഡോ കാട്ടുമല്ലോ. അതിപ്പോൾ ഏതൊരു പ്ലെയർ ആണെങ്കിലും ഏജ് കൂടുമ്പോൾ പോലെ കാർഡ് കുറച്ച് സ്പീഡ് കുറവ്, ഷൂട്ടിംഗ് ഒക്കെ ഗൈസ് ഞാൻ പറയാമല്ലോ, അപാര ഷൂട്ടിംഗ് ആണ് ഈ കാർഡ് ഗൈസ്. ഞാൻ കളിച്ച് നോക്കിയതാണ് ഗൈസ് ഈ കാർഡ് വെച്ച്. അടിപൊളി കാർഡാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഗൈസ്. സോ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ഗൈസ്. അപ്പോൾ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തി. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതെന്താ റൊണാൾഡോനെ സ്ക്വാഡിലിടുന്നു, അതോടെ ഈ വീഡിയോ എൻഡ് ചെയ്യും ഗൈസ്. അപ്പോൾ ഗൈസ് കുറേ നാളായി വീഡിയോ ചെയ്തിട്ട്, അതുകൊണ്ടാണ് ഗൈസ് ഒരു മടി ഉണ്ടായിരുന്നു, അതുകൊണ്ട്